നമസ്കാരം. ഞാൻ നിങ്ങളെ വൈദ്യർ സെൽവരാജ് മൂപ്പറാണ്. ആ ഇന്ന് നമ്മളത്തെ വിഷയമെന്ന് വെച്ചാൽ ഇന്നൊന്ന് മാറ്റി പിടിക്കാമെന്ന് വിചാരിച്ചു. മരുന്നും പിന്നെ ഇതൊക്കെ ഒരു വർഷം നിർത്തിയിട്ട് ഇന്നത്തെ കാലത്ത് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കാനുണ്ട്. ഒരുപാട് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി ജീവിക്കാനുണ്ട്. ജീവിതത്തെക്കുറിച്ചാണ് ഇനി പഠിപ്പിക്കാൻ കുറച്ച് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. നമ്മളെ ജീവിതം അതാണ് പ്രധാനം. നമ്മളെ ജീവിതത്തിൽ എന്ന് വെച്ചാൽ ആദ്യം നമ്മൾ ഒരു കുടുംബത്തെ വെച്ച് നമുക്ക് പോകാം. കുടുംബമാണല്ലോ പ്രധാനം. അതിനിരുന്ന് തുടങ്ങാം. ആ കുടുംബം എന്ന് പറയുന്നത് ഇപ്പം ഭാര്യ ഭർത്താക്കന്മാർ, അതാണ് ഇന്നത്തെ വിഷയം. ഭാര്യ ഭർത്താക്കന്മാരുടെ ജീവിതത്തിനെ കുറിച്ചാണ്, രണ്ടുപേരും കൂടെ ഉള്ള ജീവിതത്തിനെ കുറിച്ചാണ് ഇന്നത്തെ വിഷയം. കുറച്ച് ആത്മീയമായ രീതിയിൽ നമ്മൾ അത് ചിന്തിക്കണം, അതനുസരിച്ച് ജീവിക്കണം. ഇതാണ് ഇതിൻ്റെ എന്ന് വെച്ചാൽ ഇന്ന് പണ്ടത്തെ കണക്കൊന്നല്ല. പണ്ട് കുടുംബങ്ങളെന്ന് പറഞ്ഞാൽ ഒരുപാട് സഹിച്ചും പിന്നെ പുറത്തൊക്കെ ജീവിക്കുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. അന്ന് പണ്ട് ഈ പറഞ്ഞ കണക്കിന് ഒരുപാട് നെഗറ്റീവ്സുണ്ട്, പോസിറ്റീവ്സും. ഇത് അവരുടെ ഒരു ജീവിതമാണ്. കാര്യം അന്നത്തെ ആൾക്കാർ അന്ന് എന്താണ് നാട്ടിനടപ്പ് അതനുസരിച്ചാണ് ജീവിച്ചിട്ടുള്ളത്. എന്നാൽ അവർ നല്ല സന്തോഷമായിട്ട് ജീവിച്ചിട്ടുണ്ട്. അത് നമ്മളത് ഒന്ന് ഒന്ന് അടുത്ത് നമ്മൾ അറിഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ജീവിതമെല്ലാം വളരെ സന്തോഷമായിട്ട് എന്ന് പറഞ്ഞാൽ അന്നത്തെ കാലത്ത് ആർത്തിയില്ല. ഇന്നത്തെ കണക്ക് ആർത്തിയില്ല. മനുഷ്യന് ആർത്തിയില്ലാത്ത ജീവിതങ്ങളാണ്. ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുക എന്നുള്ളതാണ് അന്നത്തെ ജീവിതത്തിൻ്റെ രീതി, ജീവിത രീതി. അതിൽ തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിലും അവർ സഹിച്ചും പൊറുത്തും ഒരു ലാസ്റ്റ് വരെ ജീവിതം നല്ല ഭംഗിയായിട്ട് ഭാര്യ ഭർത്താക്കന്മാർ ഭംഗിയായിട്ട് ജീവിച്ചവർ ഒരുപാട് ഇതുണ്ട്. അതിനെ കുറച്ച് പേരൊക്കെ മാത്രമാണ് ഈ ബന്ധം തീരത്തൊക്കെ പോകുന്നത് ഉള്ളത്. അതും അന്നത്തെ രീതി അനുസരിച്ച് ഉള്ള ഒരു ഇതാണ്. ഇന്നത്തെ കണക്ക് കോടതി ഇതുകളൊന്നും അന്നും ഇല്ല. അന്ന് നാട്ടുകൂട്ടങ്ങളൊക്കെ ഉള്ളൂ. നാട്ടുകൂട്ടത്തിൽ ഉണ്ടായിരുന്ന സമയത്ത് നമ്മുടെ ജീവിതത്തിന് ഒരു ബന്ധം ഉണ്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ നടക്കുന്ന സംഭവം നാട്ടിലറിയും. അതനുസരിച്ചുള്ള തീർപ്പാണ് അന്ന്. അതാണ് യഥാർത്ഥ തീർപ്പ് എന്ന് പറഞ്ഞാൽ സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങളന്ന് കുറച്ച് ഉണ്ടായിരുന്നു പണ്ടത്തെ കാലം. പിന്നീട് അതിൽ കുറേ എണ്ണം ഈ എന്താ പറയുന്നത് സത്യസന്ധത ഇല്ലാത്ത ആൾക്കാർ തീർപ്പ് പറഞ്ഞത് കുറച്ച് ഇതിലുണ്ടെങ്കിലും സത്യസന്ധമായിട്ട് ജീവിച്ചത് പണ്ട് പിന്നെ നാട്ടുകൂട്ടത്തിൽ നല്ല തീർപ്പ് കിട്ടിയിട്ടുണ്ട്. ഇന്നത് തിരിച്ചു വരുന്നുണ്ട്. അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ തിരിച്ചു വരുന്നുണ്ട്. നാട്ടുകൂട്ടത്തിൽ സംസാരിച്ച് ഒതുക്കുന്നതാണ് ഏറ്റവും കൂടുതൽ കുടുംബങ്ങളിലെ ബന്ധം ഉറപ്പിക്കുന്നത്. കാര്യം അവർക്ക് അറിയാം ആരുടെ കയ്യിൽ തെറ്റുണ്ട്, ആരുടെ കയ്യിൽ ശരിയുണ്ടെന്നുള്ളത് അന്നത്തെ കാലത്ത് അറിയാൻ പറ്റും. അതുകൊണ്ട് അന്ന് കുറച്ച് ഇഷ്യൂസ് ഉണ്ടെങ്കിലും വളരെ സന്തോഷത്തോടെ ആൾക്കാർ കുടുംബജീവിതം നടത്തിയിട്ടുണ്ട്. 10-15 മക്കൾ ഉണ്ടായിരുന്നു. ആ കുടുംബങ്ങളിലെ ജീവിതങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. അന്നത്തെ അവർ എന്തുമാത്രം പിന്നെ കഷ്ടപ്പാടും അതിൽ സന്തോഷവും ദുഃഖവും അവർ ഒരുമിച്ച് ജീവിച്ചിരിക്കണം എന്നുള്ളത് അന്നത്തെ ആൾക്കാരുടെ ഒരു പ്രത്യേക ഒരു ഇതാണ്. അത് നമ്മളൊന്ന് മനസ്സിലാക്കണം. ഇന്ന് ഇത് പറയാൻ വരണത്, ഇന്ന് ശരിക്കും ഞാൻ പറഞ്ഞു വരണമെന്ന് വെച്ചാൽ നമ്മളെ കുടുംബത്തിൽ ഇന്ന് ഒരുപാട് ഡൈവേഴ്സ് വരുന്നു. എന്തെടുത്താണ് ഡൈവേഴ്സ്, ബന്ധം തീർക്കുക. അതാണ് ഇന്നത്തെ കാലത്ത് ഒരു ഫാഷനായി വരുന്നത്. അതിന് ഇന്ന് നോക്കണതെന്ന് പറഞ്ഞാൽ ഇന്നത്തെ നിയമം അത് മാത്രമാണ് ആൾക്കാർ നോക്കുന്നത്. നിയമവിധി നോക്കി അവരുടെ നേട്ടങ്ങളും സ്വന്തമായിട്ടുള്ള അവരുടെ എന്താ പറയുന്നത് സ്വയനപക്ഷപാതം എന്ന് പറയും. എന്ന് പറഞ്ഞാൽ നമ്മൾ ഓരോരുത്തർക്കും അവരവരുടെ ഇഷ്ടം പലതും ഉണ്ടാവും. അതനുസരിച്ചാണ് ഇന്നത്തെ രീതിയിൽ ബന്ധം തീർക്കണതൊക്കെ ഉണ്ടാകും. ബന്ധം തീർക്കണമുണ്ട്.
ഒരുപാട് ഡൈവേഴ്സുകൾ നടക്കുന്നുണ്ട്. ഇന്നത്തെ ജീവിതത്തിൽ ഒരു പണ്ടത്തെ കണക്ക് ഒരു ഇതല്ല. ഒരു കുടുംബമാണ് നമ്മൾ ചിന്തിക്കേണ്ടത് എന്താണെന്നറിയാം. ഇന്നത്തെ ജീവിതമല്ല. ഒരു കുടുംബം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് കടമയിലുണ്ട്. നമ്മൾ നമ്മൾ ഈ പറഞ്ഞ കണക്കിന് നമ്മൾ ജനിച്ച് വരുന്നതിൻ്റെ കടം തീർക്കണം. നമ്മൾ ജനിക്കുന്നതേ ഒരു ഇതാണ്, ഒരു നിമിത്തമാണ്. നമ്മളെ ജീവിതത്തിൽ നമ്മൾക്ക് ജീവൻ നൽകി ദൈവം നമ്മളെ ഒരു കാൽകൈ നല്ല സുഖം കൊടുത്ത് നല്ലൊരു ആരോഗ്യവാനായ ഒരു മനുഷ്യനായിട്ട് സൃഷ്ടിക്കണമെങ്കിൽ നമ്മൾ ദൈവത്തിന് നന്ദി പറയണം. അതനുസരിച്ച് ദൈവത്തിനനുസരിച്ച് നമ്മൾ ജീവിക്കണം. ഇതാണ് പ്രധാനം. നമ്മളെ കോടതി ദൈവമാണ്. അതൊന്ന് ചിന്തിച്ച് നോക്കുക. എന്താണ് ഇത് പറയാൻ കാരണമെന്ന് വെച്ചാൽ, ഇന്ന് ഒരുപാട് കാര്യങ്ങളും മറ്റുള്ളവർ പറയുന്നത് കേട്ടാണ് ഓരോ കുടുംബങ്ങൾ തെറ്റിപ്പോണത്. എന്ന് പറഞ്ഞാൽ ഈ ഓരോരുത്തരുടെ ഉപദേശങ്ങൾ അവർ നല്ലത് ചെയ്യണമെന്ന് പറഞ്ഞ് ഇവർ ഉപദേശിക്കും. എന്നാൽ അവർ ഈ ഉപദേശിക്കുന്നവർ എങ്ങനെ ജീവിക്കണമെന്ന് നോക്കിയാൽ അത് അതിനെക്കാട്ടിലും അപ്പുറത്തായിരിക്കും. അതാണ് അതിനെക്കാട്ടിലും കഷ്ടം. ഇന്നെല്ലാം അങ്ങനെയാണ്. നാട്ടുകാരെ ബോധ്യപ്പെടുത്താനാണ് ജീവിക്കുന്നത്. നാട്ടുകാരെ ബോധ്യപ്പെടുത്താൻ നമ്മൾ ജീവിച്ചിട്ട് കാര്യമൊന്നുമില്ല. പക്ഷേ ജീവിതം നമുക്കുള്ളതാണ്. നമ്മൾ എന്തിനാണ് ജനിച്ചിരിക്കുന്നത്? നമ്മൾ ഈ ഭൂമിക്ക് പാറമില്ലാതെ ജീവിക്കണം. എന്ന് വെച്ചാൽ ഭൂമിക്ക് പാറാവരുത്. നമ്മൾ ജനിച്ച് വന്നത് എന്തിനാണ് എന്ന് വെച്ചാൽ നമ്മൾ മറ്റുള്ളവർക്ക് നന്മ ചെയ്യാൻ വേണ്ടി മാത്രമാണ് നമ്മളെ ജീവിതം ഏറ്റവും കൂടുതൽ ജീവിതത്തിൽ മുൻതൂക്കം കൊടുക്കേണ്ടത്. നമ്മളിവിടെ നിന്ന് ഒന്നും കൊണ്ടുപോകാൻ പോകണില്ല. എൻ്റെ ഉദാഹരണം എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയാനുള്ളതാണ്. എന്നാൽ കൊണ്ടുപോകേണ്ട സ്വത്തുണ്ട്. എന്താരും പറയുന്നത് നമ്മളിവിടെ നിന്ന് ഒന്നും കൊണ്ടുപോകാൻ പോകണില്ല, ഇവിടെ നിന്ന് ഒന്നും കൊണ്ടുപോകണില്ല എന്നുള്ള ഒരൊറ്റ ഇതേ ഉള്ളൂ. അങ്ങനെയല്ല. നമ്മൾ കൊണ്ടുപോകേണ്ട സ്വത്തുണ്ട്. അത് തീർച്ചയായിട്ടും നമ്മൾ കൊണ്ടുപോകും. എന്താണെന്ന് അറിയാമോ? നമ്മൾ ചെയ്ത നന്മ. ആർക്കൊക്കെ എന്തൊക്കെ നന്മ ചെയ്തിട്ടുണ്ടോ അതെല്ലാം നമ്മൾ കൊണ്ടുപോകുന്ന സ്വത്താണ്. നമ്മൾ നന്മയിൽ ചെയ്യുന്നതുകൊണ്ട് മാത്രമാണ് നമുക്ക് ആരോഗ്യത്തോടെ ജീവിക്കാൻ കഴിയുന്നത്. അത് വേറൊരു സത്യം. നമ്മൾ മറ്റുള്ളവരെ പറ്റിച്ച് വലിപ്പിച്ച് എന്ന് പറഞ്ഞാൽ ഇതിൽ പറയുന്നത് എനിക്ക് മറ്റുള്ളവരെ ഈ പറ്റിക്കാതെയും വഞ്ചിക്കാതെയും ജീവിക്കണം. ഇതാണ് യഥാർത്ഥ ഉള്ള ജീവിതം. ഇതിൻ്റെ പ്രത്യേകത ഞാനിപ്പം പറയണമെന്ന് വെച്ചാൽ, അത്യാവശ്യം നമ്മളെ ഭാര്യ ഭർത്താക്കന്മാരെന്ന് പറഞ്ഞാൽ ഭാര്യ ഭർത്താക്കന്മാരുടെ അടുത്ത് ഒരുപാട് സത്യസന്ധത ഉണ്ടാവും. ഒരിക്കലും നിങ്ങൾ സത്യസന്ധതയില്ലാതെ ജീവിക്കും. നിങ്ങളെ മനസ്സിൽ തന്നെ നിങ്ങൾ ചോദിക്കുക, നിങ്ങൾ ചെയ്യുന്നത് ശരിയാണെന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കണം. നമ്മൾ വെളിയിൽ സത്യസന്ധത കാണിച്ചില്ലെങ്കിൽ ഇപ്പോൾ കുടുംബത്തിൽ നമുക്ക് കാര്യം, നമ്മളെ കുടുംബത്തിന് വേണ്ടിയാണ് നമ്മൾ ജീവിക്കുന്നത്. ഒരു ജീവിതം എന്ന് പറഞ്ഞാൽ നമ്മൾ അങ്ങ് അറ്റം വരെ എന്ന് പറഞ്ഞാൽ നമ്മൾ നടന്ന് അത്യാവശ്യം ആരോഗ്യമുള്ള കാലം വരെ അങ്ങോട്ടും ഇങ്ങോട്ടും വിചാരിക്കും. അവരില്ലെങ്കിൽ നമ്മൾ ജീവിക്കാൻ, നമ്മളില്ലെങ്കിൽ അവർ ജീവിക്കണമെന്നുള്ള ഒരു ചിന്ത ഉണ്ടാകും ആണും പെണ്ണിനും. പക്ഷേ നമ്മൾ എന്തിനാണ് വിവാഹം കഴിക്കണമെന്ന് അറിയാമോ? വിവാഹം കഴിഞ്ഞ് വരുന്നത് ഒരു സ്ത്രീ ആയാലും ഒരു പുരുഷനായാലും മാതാപിതാ പങ്കാളി, മാതാപിതാക്കൾ എങ്ങനെ നമ്മളെ നോക്കുമോ, നമ്മൾ മാതാപിതാക്കൾക്ക് എങ്ങനെ കടമ ചെയ്യണോ അതേ കണക്കാണ് നമ്മളെ പങ്കാളിക്കും കൂടെ. നമ്മളെ പങ്കാളി എന്ന് പറയുന്നത് വേറൊരു കുടുംബത്തിൽ നിന്ന് നമുക്ക് വേണ്ടി വരുന്നതാണ്. അത് നമ്മുടെ കുടുംബത്തിലുള്ളതല്ല. അത് ആണായിക്കോട്ടെ പെണ്ണായിക്കോട്ടെ, അത് രണ്ടുപേരും ഇത് ഒരുപോലെയാണ്. നമ്മൾ പങ്കാളി എന്ന് പറയുന്നത് ശരിക്കും
ഏറ്റവും കൂടുതൽ നമ്മൾ സത്യസന്ധത കാണിക്കേണ്ടത് നമ്മളെ പങ്കാളിയുടെ അടുത്ത് മാത്രം. മറ്റുള്ളവർ നമ്മൾ സത്യസന്ധത കാണിച്ചിട്ട് കാര്യമില്ല. കാരണം എന്ന് വെച്ചാൽ നമ്മൾ അവസാന കാലം വരെ നമ്മളെ കൂട്ടത്തുണ്ടാകുമ്പോൾ നമ്മളെ പങ്കാളിയായിരിക്കും. നമ്മൾ വിവാഹം കഴിച്ചിട്ട് പറഞ്ഞാൽ ഭാര്യയോ അല്ലെങ്കിൽ വിവാഹം കഴിക്കുന്ന ഭർത്താവോ, വേറെ ആരെന്ത് ചെയ്താലും അതിന് കണക്കുണ്ടാവും. പക്ഷെ ഭാര്യയെ ഭർത്താക്കന്മാരെ തമ്മിൽ കണക്ക് പറയാൻ പാടില്ല, കണക്കുണ്ടാവരുത്. ഭാര്യയെ ഭർത്താക്ക എന്ന് പറഞ്ഞാൽ ഒരു ജീവൻ രണ്ട് ശരീരം ഒരു മനസ്സാണ്. അങ്ങനെ ജീവിക്കുന്നവർക്ക് മാത്രമേ ഒരു കുടുംബമായിട്ട് ജീവിച്ചിട്ട് കാര്യമുള്ളൂ. അല്ലാതെ ആരെങ്കിലും ബോധ്യപ്പെടുത്താൻ വേണ്ടി കുടുംബമായിട്ട് ജീവിച്ചിട്ട് ഏതൊരു പ്രയോജനമില്ല. നമ്മളെ ജീവിതത്തിൽ നമ്മൾ സത്യസന്ധത പുലർത്തേണ്ടതെന്ന് വെച്ചാൽ ഭാര്യയെ ഭർത്താക്കന്മാരുടെ അടുത്ത് ഏറ്റവും കൂടുതൽ സത്യസന്ധത നമ്മൾ പുലർത്തേണ്ടത് ഭാര്യയെ ഭർത്താക്കന്മാരുടെ അടുത്ത്. ഒരു കാരണവശാലും ഭാര്യയെ ഭർത്താവിൻ്റെ അടുത്ത് കള്ളത്തനം ചെയ്യാൻ പാടില്ല, ഭർത്താവ് ഭാര്യയുടെ അടുത്ത് കള്ളത്തനം ചെയ്യാൻ പാടില്ല. രണ്ടുപേരും അതാ പറയുന്നത്, ഒരു മനസ്സും രണ്ട് ശരീരമായിട്ട് ജീവിക്കണം. അത് വളരെ അപൂർവം പേര്, ചില അപ്പൂപ്പന്മാർ അമ്മമ്മമാരെ കണ്ടിട്ടില്ലേ, അവർ വിട്ടുപിരിയില്ല. അവരുടെ ആ ഒരു ജീവിതത്തിൻ്റെ രീതി എന്താണ്, അവരൊന്ന് എങ്ങനെ ജീവിച്ചിരിക്കണമെന്ന് ചിന്തിച്ചു നോക്കണം. ഇത് എന്തിനാണ് ഇങ്ങനെ ജീവിക്കണമെന്ന് പറഞ്ഞാൽ, നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഭാര്യ ജീവിക്കുന്നത് ഭർത്താവിന് വേണ്ടിയാണ്, ഭർത്താവ് കുടുംബം. ഭർത്താവ് ജീവിക്കുന്നത് ഭാര്യ മക്കൾ കുടുംബം. അവർക്ക് വേണ്ടി സ്വന്തം കാര്യം നോക്കുന്നതിലല്ല അവർക്ക് സന്തോഷമുള്ളത്. പണ്ടുള്ളവർ അങ്ങനെയാണ്, പണ്ടുള്ളവരൊക്കെ അങ്ങനെയാണ്, സത്യസന്ധമായിട്ടാണ് ജീവിച്ചിട്ടുള്ളത്. സ്വന്തമായിട്ട് നമ്മൾ സ്വന്തം കാര്യം നോക്കി ജീവിക്കുന്നവർക്ക് കുടുംബം ആവശ്യമില്ല. പ്രത്യേകിച്ച് ഞാൻ പറയുകയാണ്, സ്വന്തം കാര്യം എന്ന് പറഞ്ഞാൽ എനിക്ക് നന്മ, എനിക്ക് മാത്രം നമ്മൾ ജീവിക്കണം, എനിക്കത് വേണം ഇത് വേണം, അങ്ങനെ ജീവിക്കണം ഇങ്ങനെ ജീവിക്കണം, മറ്റുള്ളവർ അങ്ങനെ ജീവിക്കണം, നമ്മൾക്ക് അതനുസരിച്ച് ഇങ്ങനെ വേണം എന്നുള്ള ഒരു ചിന്താഗതി ഉള്ള ഒരു കുടുംബം വിവാഹം കഴിക്കുന്നത്. സത്യം പറയാം, നമുക്ക് നമ്മളെ സന്തോഷം മാത്രമല്ല വലുത്. നമ്മളൊരു കുടുംബം എന്ന് പറയുമ്പോൾ രണ്ടുപേരും കൂടെ, ഭാര്യ ഭർത്താവിന് വേണ്ടി ജീവിക്കണം, ഭർത്താവ് ഭാര്യയ്ക്ക് വേണ്ടി. രണ്ടുപേർക്കും ഒരു ഉമ്മപ്പണി വന്നാലും ശരി തന്നെ, അത് രണ്ടുപേരും കൂടെ കൃത്യമായിട്ട് അതിനെ മനസ്സറിഞ്ഞ് ജീവിക്കണം. അതാണ് ജീവിതത്തിൻ്റെ ഒരു പ്രത്യേകത. കുടുംബജീവിതത്തിലെ കള്ളത്തനം കാണിക്കുന്നത്, പറ്റിക്കുന്നത്. ഇത് ഒരുപാട് ഭാര്യമാർ ഭർത്താക്കന്മാരെ വഞ്ചിക്കുന്നവരുണ്ട്, ഭർത്താക്കന്മാർ ഭാര്യമാരെ വഞ്ചിക്കുന്നവരുണ്ട്, ഇഷ്ടം പോലെ. അത് ഒരു കോടതിയിൽ പോയാൽ അങ്ങനെയാണ്. അവർക്കൊരു നിയമം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ നിയമത്തിനനുസരിച്ചാണ് അവർ ചെയ്യുന്നത്. സത്യസന്ധത എന്ന് പറയുന്ന സാധനം ഇല്ല. ഇത് മറ്റുള്ളവരടുത്ത് ചെയ്യാം. നമ്മൾ ഒരിടത്ത് ജോലിക്ക് പോകുന്ന ആ ജോലിയുടെ കാര്യം അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ളവർക്ക് അത് ജോലി ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ വന്ന് ഇവിടെ കുടുംബത്തിലാണ് ജീവിക്കുന്നത്. നമ്മളെ കുടുംബം എന്ന് പറയുന്നത് എന്നും സത്യസന്ധതയിൽ നിന്ന് മാറുന്നത്. അവരുടെ ശീലം എന്തോ ആയിക്കോട്ടെ, പക്ഷേ സ്വന്തം കാര്യം നോക്കുന്നവരാവാൻ പാടില്ല, സത്യസന്ധത ഇല്ലാതെ ജീവിക്കാനും പാടില്ല. ഇതാണ് നമ്മൾ പഠിക്കേണ്ട ആദ്യത്തെ കാര്യം. കുടുംബങ്ങളെല്ലാം തെറ്റുന്നത് പല കാര്യങ്ങളാണ്. 100 കൂട്ടം കാര്യങ്ങളുണ്ടാവും. കാര്യം അവർക്കൊരു ന്യായം ഉണ്ടാവും ഈ പറയുന്നതിൽ. എന്നാൽ സത്യസന്ധത ഉണ്ടോ എന്ന് നോക്കുക. എല്ലാവർക്കും അവരവർക്ക് ന്യായം ഉണ്ടാവും. ഓരോരുത്തരും ഭർത്താവ് ഭാര്യയെ കുറ്റം പറയും, ഭാര്യ ഭർത്താവിനെ കുറ്റം പറയും. രണ്ടുപേർക്ക് രണ്ട് ന്യായം പറയാനുണ്ടാവും. അത് കുടുംബം എന്ന് പറയുമ്പോൾ തട്ടിയും മുട്ടിയും ഇരിക്കുന്നുണ്ടാവും. അത് അങ്ങനെ ഉണ്ടാവും, ഒരുപാട് കാശ് കിട്ടുന്നുണ്ടാവും. പക്ഷെ എന്നാലും നമ്മളെ ജീവിതത്തിൽ സത്യസന്ധത മാത്രം വിട്ടുകൊടുക്കണം. ഒരിക്കലും സത്യസന്ധത ഇല്ലെങ്കിൽ ആ കുടുംബമായിട്ട് ജീവിച്ചിട്ട് ഏതൊരു പ്രയോജനമില്ല. ഭൂമിക്ക് ഭാരമാണ്. പിന്നെ മനസ്സിലായില്ലേ? നമ്മൾ ഒരു കാരണവശാലും സത്യസന്ധത മാത്രം വിട്ടുകൊടുത്ത് കളയണം. നമ്മളെ കുടുംബങ്ങളാണ് തെറ്റുന്നതിൻ്റെ കാരണം ഇതാണ്. അവർക്ക് സത്യസന്ധത ഉണ്ടാവില്ല. അറ്റ്ലീസ്റ്റ്
മറ്റുള്ളവർക്ക് നിങ്ങൾ എങ്ങനെ ജീവിക്കണോ അത് അറിയണ്ട. ഭാര്യ ഭർത്താക്കന്മാരുടെ അടുത്തെങ്കിലും സത്യസന്ധമായിട്ട് ജീവിക്കും. നിങ്ങൾ ഒരിക്കലും തെറ്റിപ്പിരിയില്ല. കാര്യം സത്യസന്ധത ഉണ്ടെങ്കിലേ ഒരു കാരണവശാൽ അവർക്ക് വഞ്ചിക്കാൻ തോന്നില്ല. ഭാര്യ ഭർത്താവ് വഞ്ചിക്കില്ല, ഭർത്താവ് ഭാര്യയെ വഞ്ചിക്കില്ല. നല്ല രീതിയിൽ അവർ ഐക്യമായി ജീവിക്കാൻ കഴിയും. അല്ലാത്തവർ കല്യാണം കഴിക്കരുത്. ദയവ് ചെയ്ത് കല്യാണം കഴിച്ച് ചുമ്മാ മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കരുത്. അത് ആണായാലും ശരി പെണ്ണായാലും ശരി. 2 പേരിലുണ്ട്. ഒരു വിവാഹക്കാർ മാത്രമല്ല കുറ്റക്കാർ, 2 പേരുണ്ട്. ഈ 2 പേരും നമ്മൾ സത്യസന്ധത മാത്രം പുലർത്തുക. നമ്മൾ എന്തിനാണ് വിവാഹം കഴിക്കുന്നത്? നമ്മളെ അവസാന കാലത്ത് നമ്മളെ കൂട്ടത്തുണ്ടാവണം. അവസാന കാലത്ത് നമ്മളെ കുടുംബത്തിന് നമ്മളെ ഭാര്യ ഭർത്താവ് കൂടെ ഉണ്ടാവണം, നമ്മുടെ മക്കളും ഉണ്ടാവണം. അപ്പോൾ മക്കളെ നമ്മൾ എങ്ങനെ വളർത്തണം? സത്യസന്ധമായ രീതിയിൽ വളർത്തണം. അതുങ്ങൾക്ക് ഒരു കാരണവശാലും ഒരു തെറ്റായ വഴി പറഞ്ഞു കൊടുക്കരുത്. എത്ര കഷ്ടപ്പാടാണെങ്കിലും സത്യത്തിൻ്റെ വഴിയെ പറഞ്ഞു കൊടുത്ത് സത്യത്തിൻ്റെ വഴിയിൽ ജീവിച്ചു കഴിഞ്ഞാൽ ഒരു കാരണവശാലും നിങ്ങൾ ദുഃഖിക്കുകയില്ല. പിന്നെ ഇത്തിരി സാമ്പത്തികത്തിൽ ദുഃഖം വരുമായിരിക്കും, അത് വേറെ. അതൊന്നും നിങ്ങൾ കാര്യമാക്കണ്ട. നിങ്ങൾ ജീവിതത്തിൽ സന്തോഷമായിട്ട് ജീവിക്കണം. നിങ്ങൾ സത്യസന്ധത ഉണ്ടായാൽ മതി. കാരണം നമുക്ക് സ്വത്തും കൊണ്ട് ആരും ഇവിടെ ഇപ്പോഴാണ് ഈ പറഞ്ഞ കണക്കിന് അത് ഇരിക്കണം ഇതിരിക്കണം കാറ് മറ്റതും മരിച്ചത് ഇഷ്ടം പോലെ ഉള്ളത്. പണ്ടത്തെ കാലത്ത് ഇതൊന്നുമില്ല. 2 പേരും കഷ്ടപ്പെട്ടാണ് ജീവിക്കുന്നത്. 2 പേർ ഭാര്യയും ഭർത്താക്കന്മാരും ഒരേപോലെ കഷ്ടപ്പാടാണ്. എൻ്റെ അമ്മയും അച്ഛനൊക്കെ ഞാൻ കണ്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ അച്ഛനെക്കാട്ടിലും കൂടുതൽ കഷ്ടപ്പെടുന്നത് എൻ്റെ അമ്മയായിരിക്കും. കാര്യം രാവിലെ എളിച്ചു കഴിഞ്ഞാൽ അവർ കൃഷിപ്പണിക്ക് പോകുന്നു. വിലയിൽ എല്ലാം തൊലിയടിച്ചിട്ടുണ്ടാവും. കുറച്ച് നിലമൊക്കെ കാണും. ഈ നിലത്തിലേക്ക് സ്വന്തമായിട്ടാണ് കൃഷി ചെയ്യുന്നത്. മറ്റുള്ളവർക്ക് എല്ലാപ്പോഴും നമ്മൾ കൂലിക്ക് ആലോചിക്കാൻ കൂലിയല്ലോ. മാക്സിമം ഒറ്റയ്ക്ക് ചെയ്യാനുള്ള ജോലികളെല്ലാം ഒറ്റയ്ക്ക് തന്നെ അന്നത്തെ ആൾക്കാർ ചെയ്യുന്നത്. അത്ര കഷ്ടപ്പെട്ട് ജീവിക്കുന്നവരാണ്. രാവിലെ ഞാൻ ഉറക്കം വയ്ക്കുന്നത് തന്നെ ഈ മോര് കടയുന്നതനുസരിച്ചാണ്. ഈ മോര് പണ്ടുള്ള ആൾക്കാർ ഈ പാലിന് 2 നേരത്തേക്കും കാച്ചി വെച്ചിട്ട് രാവിലെ ഇതിനെ എടുത്തുകൊണ്ട് വന്നിട്ട് ഒന്ന് കടയിൽ മോറാക്കി മറ്റുള്ള. അന്ന് തൈരെന്ന് പറയുന്ന സാധനം ഇല്ല. തൈരൊക്കെ പിന്നീട് വന്നതാണ്. നമുക്ക് പാല് കഴിഞ്ഞാൽ പാല് കാച്ചിട്ട് മോരെടുക്കും. വെണ്ണ എടുത്തത് കഴിഞ്ഞാൽ അത് മോറാവും. മോര് മാത്രമേ അന്ന് ഉണ്ടാകുന്നുള്ളൂ. മെയിനായിട്ട് മോറാണ് നമ്മളെ ഇത്. തൈര് എന്ന് പറയുന്ന സാധനം ഇല്ല അന്ന്. കാര്യം തൈരായിട്ട് നമ്മൾ ആരും കഴിച്ചിട്ടില്ല. അതൊക്കെ പിന്നീട് ഈ നമ്മളെ ഇതിൽ വന്നതാണ്. ഈ പറഞ്ഞ കണക്കിന് ഇപ്പം ആളുകൾ തൈരാക്കി മാറ്റി അതിൽ കെമിക്കൽ ചെയ്ത് തൈരായിട്ട് മാറ്റുന്നത്. എന്നാൽ പുളി ഇതുകളൊക്കെ വെച്ചാൽ തൈരായി മാറ്റി വരികയാണ്. ശരിക്കും തൈരായിട്ട് വരുന്നത് പണ്ടത്തെ കാലത്ത് നമ്മൾ തൈരായിട്ട് ഉപയോഗിച്ചിട്ടില്ല. നമ്മൾ ഈ എവിടെ പോയാലും സീന വന്നു കഴിഞ്ഞാൽ ഏത് വീട്ടിൽ പോയാലും അവരുടെ വീട്ടുകളിൽ 2 പശുക്കളും കാണും, അതിൻ്റെ മോര് കാണും. നമുക്ക് താകത്തിന് തരാം. നമ്മൾ ആദ്യം ചെന്ന് കഴിഞ്ഞാൽ ഇന്നത്തെ കണക്ക് കൂൾ ഡ്രിങ്ക്സും മറ്റേ കെമിക്കലുകളെല്ലാം കൊണ്ടു തരണത്. ഇന്നത്തെ മറ്റേ ജ്യൂസും അത് ഇതെന്ന് പറഞ്ഞാൽ അന്നത്തെ കാലത്ത് അതല്ല. അത്യാവശ്യം ഒരു കുടുംബം എന്ന് പറയുന്നത് ഈ ഒരു അത്യാവശ്യമുള്ള ഒരു കൃഷിക്കാരുടെ കുടുംബം. കൃഷിക്കാരുടെ കുടുംബത്തിൽ എപ്പോഴും ഒരു 5-6 മാടൊക്കെ കാണും. അവരുടെ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ അത്യാവശ്യം നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ ഉടനെ തരുന്നത്